ഇന്നത്തെ മോർണിംഗ് ടാസ്ക്കാണ് അനിമോളായിരുന്നു വന്നത്. അനിമോൾ ഒരേ സമയം റിപ്പോർട്ടറും ന്യൂസ് റീഡറുമായി മാറുകയാണ്. ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാണ് അനിമോൾ തുടങ്ങുന്നത്. വാർത്തകൾ വായിക്കുന്നത് അനിമോൾ. കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൽ എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൽ ആദ്യമായി വന്നത് 23 ചുണക്കുട്ടികളായിരുന്നു. ഇപ്പോൾ അത് 13ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾക്ക് റിപ്പോർട്ടർ അനിമോളോട് ചോദിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അനിമോൾ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. അനിമോൾ എഴുന്നേറ്റിട്ട് ഒരു മൈക്കൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ചോദിക്കാം, മാഡം, ഹലോ മാഡം, നിങ്ങൾക്ക് കേൾക്കാമോ? ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഡാൻസ് മാരത്തോൺ എന്ന പ്രോഗ്രാമാണ്. മഴയ്ക്ക് വേണ്ടി മിന്നൽ മുരളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയുണ്ടെങ്കിൽ മാത്രമേ ആ പുള്ളിക്കാരന് പ്രോഗ്രാം നടത്താൻ കഴിയുള്ളൂ പറയുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരോടും ഭയങ്കര ചിരിയാണ് നടക്കുന്നത്. ആര്യനിവിടെ മായാമോഹിനിയായിട്ടാണ് സാബുമോൻ അടിച്ചു പൊളിച്ചൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് അനിമോൾ പറയുകയാണ്. പിന്നെ പറയുന്നത് ബിന്നി സെബാസ്റ്റ്യനെ പറ്റിയാണ്. ബിന്നി സെബാസ്റ്റ്യൻ താടിയൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. പെർഫോമൻസ് എങ്ങനെ കാഴ്ചവെക്കുന്നത് പറയാറായിട്ടില്ല, അത് കാഴ്ചവെച്ചതിന് ശേഷം പറയുന്നതായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ ഒരു സാമിയെ പറ്റിയാണ് പറയുന്നത്. ആദിലെ പറ്റി പറഞ്ഞത് ഭയങ്കര കോമഡി ആയിട്ടാണ്, എല്ലാവരും ഭയങ്കര ചിരിയാണ്. ആദിലേക്ക് കിട്ടിയിരിക്കുന്ന ആ സാമി, ആ കുട്ടിക്ക് പോലും അറിയത്തില്ല താൻ എന്ത് വേഷമാണ് ധരിച്ചിരിക്കുന്നതെന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ചിരിയാണ്. എന്തായാലും അനിമോൾ ഈ മോർണിംഗ് ടാസ്ക് അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. എല്ലാവരിലേക്കാളും നന്നായിട്ട് സ്കോർ ചെയ്തേക്കുന്നത് അനിമോളാണ്. അടുത്തത് തേന്മാവിൻ കൊമ്പിൽ ശോഭന ചേച്ചിയായിട്ട് അഭിനയിക്കുന്നത് നൂറയാണ്. നൂറ അതിഗംഭീരമായിട്ട് അഭിനയിച്ചെന്നാണ് അനിമോളോട് പറയുന്നത്. അടുത്തത് കസ്തൂരിയായിട്ട് വന്ന ലക്ഷ്മിയെ പറ്റിയാണ്. ലക്ഷ്മി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെയാണ് മാഡം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് റിപ്പോർട്ടർ മാറിയിട്ട് ന്യൂസ് റീഡറായിട്ട് മാറുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ചിരിയാണ്. അപ്പോഴേക്കും അനിമോൾ വന്ന് തിരിച്ച് വീണ്ടും വന്ന് കസേരയിൽ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഓക്കെ അനിമോൾ, എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും വായി തുറന്ന് തന്നെ ഇരുന്ന് കാണുക, കണ്ണ് തുറന്ന് തന്നെ ഇത് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അനിമോൾ റിപ്പോർട്ടർ അനിമോളായി മാറുകയാണ്. എന്നിട്ട് അനിമോൾ പറയും, ഇവിടെ 10 കോയിനാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കുമായിട്ട് ആര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് 10 കോയിൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആർക്കും കോയിൻ കൊടുക്കാൻ സാധ്യതയില്ലെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്ത കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്ന് പറയുന്നത്. അനിമോൾ പെട്ടെന്ന് തന്നെ ന്യൂസ് റീഡറായി മാറുകയാണ്. ഓക്കെ അനിമോൾ എന്ന് പറയുന്നത്. എന്തായാലും അനിമോൾ തകർത്ത് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്ത അനിമോൾ.